കൂട്ടത്തിലെ കുഞ്ഞുമോളെന്നൊരു സാധനമുണ്ട്. അതിന്റെ തന്ത ഏർപ്പാടാക്കിയതാണ് ആ മറിയാമ്മ ചേട്ടത്തിയെ മകളെയും കൂട്ടുകാരികളെയും നോക്കാൻ. ആ സ്ത്രീയുടെ ജന്മം ഏതാണ്ട് പാഴായി. പക്ഷെ ഒരു കാര്യം കേട്ടോ, എല്ലാം നല്ലോണം പഠിക്കും. അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ ടീസ് കൊടുത്ത് വിടാത്തത്. ഞാനിവിടെ ഒരു കൂട്ടക്കല നടത്തേണ്ടി വരുന്ന ലക്ഷ്യം കാണാനുണ്ട്. എന്റെ സാറേ, നമുക്കെന്ന് പ്രശ്നം. ഇപ്പൊ ആ വീട്ടിന് തീ പിടിച്ചു എന്ന് കരുതുക, കത്തിച്ചാമ്പലായിക്കോട്ടെ എന്ന് വിചാരിച്ചോണം. ഇല്ലെങ്കിൽ ഫയർ സർവീസുകാരുണ്ടല്ലോ, അവരോട് കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായോ? എടി മങ്ങി പോയാ? ചില തട്ടും മുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പോയ മട്ടില്ല. എങ്കി വാ. ഈ മുളയുടെ മുട്ടിന് ആര് കത്ത് എഴുതാനാ? ഒരു പേപ്പർ നിർത്തേ. നമ്മുടെ കത്ത് തന്നെ ആവട്ടെ ആദ്യം. Respected sir, അമിതമായ ബലം പിടുത്തം ബ്ലഡ് പ്രഷർ ഉണ്ടാക്കും, നോവസിനെ തളർത്തും. ശ്രദ്ധിക്കുക. സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തവർക്ക് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇത്ര മതിയല്ലേ? എന്നെ സ്വന്തം അലമേലും. സർ എന്താ എന്നോടാ? സാറ് ഞങ്ങക്ക് മാപ്പ് തരണം. മാപ്പ് എന്റെ കയ്യിലില്ല. ചിലപ്പോ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ കാണും. ചെന്നെടുത്തോളൂ. അപ്പൊ സാറിന് തമാശ പറയാനൊക്കെ അറിയാം. പിള്ളേരെ, നിങ്ങളോട് തമാശ പറഞ്ഞു നിൽക്കാൻ എനിക്ക് നേരമില്ല, ഒട്ടും താല്പര്യമില്ല. ഇന്നലെ ഇത്തിരി ഓവറായി പോയോന്ന് രാവിലെ എണീറ്റപ്പോ ഒരു സംശയം. അതാ മാപ്പ് ചോദിക്കാൻ വന്നത്. സത്യമായിട്ട് നിങ്ങൾ ക്ഷമ ചോദിക്കാൻ വന്നതാ സാർ. ക്ഷമ ചോദിക്കാൻ തോന്നിയ മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഊണത്തരം കുറച്ചൊക്കെ ഒരു രസമാണ്. സത്യത്തിൽ ഇന്നലെ എന്റെ സമനില തെറ്റിയ ദിവസമായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ നല്ലോണം പഠിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞപ്പോ ദേഷ്യം താനേ തണുത്തു. പിന്നെ അപശ്രുതിയുടെ നാട് എവിടെയാണ്? അപ്പൊ സാറിന്റെ പേര് മറന്നിട്ടില്ലല്ലേ? എന്റെ നാട് കുറുമ്പനാടാണ് സാർ. കുറുമ്പനാട്. ഇയാളെ വരുന്ന കുഞ്ഞുമൊഴി. ഞാൻ ശ്വേത, അഞ്ജന. ഓഹോ. നേരത്തെ ഉണങ്ങി വരേണ്ട ഒരു കിളവിയായിരുന്നു ഞങ്ങൾക്ക് കെമിസ്ട്രിക്ക്. അതിന് കോങ്കണ്ടായിരുന്നു. ശ്വേത നോക്കുകയാണെങ്കിൽ വിചാരിക്കും എന്നെയാണെന്ന്, എന്നെയാണെങ്കിൽ വിചാരിക്കും ശ്രുതിയാണെന്ന്. അതിനെ ഓടിക്കാൻ ഞങ്ങൾ കുറെ. പക്ഷെ സാറിന് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. ഒരു കെമിസ്ട്രി ലെക്ചറർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയൂ. എനിക്ക് ആംഗ്യ ഭാഷ മനസ്സിലാവില്ല. അത് സാർ. എന്താ ഉറക്കെ പറയൂ. സാർ ബാങ്കിൽ സിപ്പിട്ടിട്ടില്ല. അയ്യോ,